ഹലോ എവരിവൺ. 500 രൂപ ഉപയോഗിച്ച് നമുക്ക് ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ബ്രോക്കറിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കൊട്ടക് നിയോ ആണ് നമ്മുടെ ബ്രോക്കർ. ഒരു നല്ല ബ്രോക്കറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ലിങ്ക് അടിയിൽ കൊടുക്കാം. എല്ലാവരും കയറ്റുക, യൂസ് ചെയ്യുക. നല്ലൊരു ആപ്പാണ്, ബ്രോക്കറേജും കുറവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ 500 രൂപ കൊണ്ടുള്ള ട്രേഡ്, അതായത് ഇൻട്രാഡേ ട്രേഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിന് വേണ്ടി നമ്മളിന്ന് എടുത്തിരിക്കുന്നത് മീഷോയാണ്. മീഷോ ഇടയ്ക്കാണ് ലിസ്റ്റിംഗ് കഴിഞ്ഞത്. IPO വഴി ലിസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് നമ്മുടെ മീഷോ. ഈ ഇടയ്ക്ക് 10-ാം തീയതിയാണ് IPO കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ IPO എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, കിട്ടിയോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് മീഷോയിൽ നമുക്കൊരു ഇന്നുണ്ടായിരുന്നൊരു എൻട്രി, അതായത് ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യണ നിയർലി ഒരു 2:30 വന്നൊരു എൻട്രി നമുക്ക് നോക്കാം. അപ്പോൾ ഈ എൻട്രിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 500 രൂപ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ നമ്മളിതിൻ്റെ എവിടെ എൻട്രി എടുക്കും. ഫസ്റ്റ് നമ്മളിവിടെ നമുക്കിവിടെ എൻട്രി ഉണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത് വയ്ക്കുക. ഈ ഒരു ക്യാൻഡിൽ എത്ര 226.89 അതിൻ്റെ എത്ര ക്ലോസിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലെ ക്ലോസിങ് നിങ്ങൾ എൻട്രി, കാരണം ഈ റെഡ് ഒക്കെ അതിൻ്റെ ഇവിടെ ഗ്രീനിൽ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു 226.86 നിങ്ങളുടെ എൻട്രിയും, അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് 222.11 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു എന്താ പറയുക, മുകളിൽ എന്നുകൊണ്ട് കാണില്ലേ, അതാണ് ഇതിൻ്റെ ലോട്ടം. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ 222.11 നമുക്ക് മാറ്റിയിട്ട് 222 നമുക്ക് ലോ വയ്ക്കാൻ പറ്റും. അതുപോലെ അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 222.11 അല്ലേ, ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. നമുക്കൊന്ന് കളറൊന്ന് മാറ്റി കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് റെഡ് വയ്ക്കാം. നമുക്ക് എല്ലാം വേറെ വേറെ വയ്ക്കാം. കുറച്ചുകൂടി കാണാനായിട്ട് നമുക്കൊരു ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു 2x വയ്ക്കാം. മതി. അപ്പോൾ ഇനി നമുക്കിവിടെ എൻട്രി ആയിട്ട് വരുന്നത് 226.89 അപ്പോൾ അതിൻ്റെ എൻട്രിയും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. 226.89 കേട്ടോ. 226 നിയർലി ഒരു 84. നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഈ 226.89 അതുപോലെ തന്നെ 222.11 ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 222 നമ്മുടെ സ്റ്റോപ്പ് ലോസും വരുന്നത്. അപ്പോൾ എൻട്രി, സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ഏകദേശം പ്രീവിയസ് ഹൈ ഒന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു ഇതും കടന്ന് കയറുകയാണെങ്കിൽ നന്നായിട്ട് കയറുന്ന, ഇത് പ്രീവിയസ് ഹൈ അല്ലേ, അപ്പോൾ ഈ പ്രീവിയസ് ഹൈയും കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ നന്നായിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു 233 നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണത്. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യണം, കാരണം നമ്മൾ 500 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാമല്ലോ മാക്സിമം. അപ്പോൾ ഒരു സ്റ്റോക്ക്, അതായത് മേ ബി അത് ഇങ്ങനെ കയറുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോക്ക് കിട്ടുകയാണ്, നല്ലൊരു എൻട്രിയാണ് കിട്ടണമെങ്കിൽ എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എൻട്രി എന്നൊരു ഇതിൽ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റ് ഹൗസിലല്ല ചെയ്യണത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി മീഷോ വാങ്ങാൻ നമുക്ക് 235.57 പൈസയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ആ ഒരു പ്രൈസ് ആയിട്ടുള്ള 226.89 അല്ലേ, അതാണ് നമ്മുടെ എൻട്രി പ്രൈസ്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ ബൈ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് വരുന്നത്? ഏകദേശം റിക്വയർഡ് ആയിട്ടുള്ളത് 227. അപ്പോൾ 500 രൂപ വെച്ച് നമുക്ക് എത്ര വാങ്ങാൻ പറ്റും? 2.5 വാങ്ങാൻ പറ്റും? ഇല്ല. ഓക്കെ, ഇതൊരു നമുക്ക് 2 വാങ്ങാമല്ലോ. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊരു 2 നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ 2 കൊണ്ട് നമ്മൾ 2 സ്റ്റോക്ക് വാങ്ങിയിട്ട് നമുക്ക് എത്ര വേണം? 2 സ്റ്റോക്കിന് നമ്മളിവിടെ 454 രൂപ കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള 500 രൂപയും കൊണ്ട് നമുക്ക് ഇത്രേ വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് നമുക്കൊരു എന്താ പറയുക, ഡെലിവറി ട്രേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ ഇൻട്രാഡേൻ്റെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഷെയറിന് ഏകദേശം നമുക്ക് ഒരു ഷെയർ നോക്കാം കേട്ടോ. ഒരു ഷെയറിന് ഏകദേശം റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ട് എന്ന് കണ്ടുവരുന്നത് എത്രയാണ്? ഏകദേശം ഒരു 118 എത്രയാണ് വരുന്നത്? റേഞ്ച് സ്ലോ. ഏകദേശം 114 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 114 രൂപയ്ക്ക് നമുക്കിപ്പോൾ 114 രൂപയാണ് നമുക്കൊരു ഏകദേശം 4 ഷെയർ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെലിവറിയിൽ 2 ട്രേഡ് എടുത്തവിടെ നമുക്കിവിടെ ഒരു 4 ട്രേഡ് കിട്ടുന്നുണ്ട്.
കണ്ടില്ലേ, അതാണ് വ്യത്യാസം. നമുക്കിവിടെ ലിവറേജ് കിട്ടുന്നുണ്ട്. ഇൻട്രാഡേയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെലിവറിയിൽ വാങ്ങണതിൻ്റെ ആ അത്ര എമൗണ്ട് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം ലിവറേജ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് 4 ഷെയർ കണ്ടില്ലേ, അതിൻ്റെ ഡബിൾ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല, കുറച്ചും കൂടി കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ കുറവായതുകൊണ്ടാണ്. അപ്പോൾ 454 രൂപയ്ക്ക് നമുക്ക് 4 ഷെയർ കിട്ടും. ഈ 4 ഷെയർ നമ്മൾ 226.89 വാങ്ങണമെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എത്ര സെറ്റ് ചെയ്യാം? സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള 222 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത്. അപ്പോൾ 4 ഷെയറിന് 222 രൂപ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ, അതായത് 226.89 വാങ്ങിയ നമ്മുടെ ഷെയറിന് നമ്മൾ 222 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ, 4 ഷെയറിന് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 19 രൂപ, നിയർലി ബ്രോക്കറേജും 17-18 രൂപയും നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോസ് ആയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ലോസ് എത്രയാണ്? ലോസ് നിയർലി ഒരു 20 രൂപ, 19 പോയിൻ്റാണ്. അപ്പോൾ ഒരു 20 രൂപ നമുക്ക് ലോസും, അതുപോലെ നമ്മുടെ ബൈയിങ് പ്രൈസ് ആയിട്ട് 454, നമ്മുടെ ഫുൾ ക്യാപിറ്റലായിട്ട് 500 യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 454 രൂപയ്ക്ക് 4 ഷെയറാണ് വാങ്ങുന്നത്. അപ്പോൾ 4 ഷെയറിന് 20 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന ഒരു ഇതിൽ, അപ്പോൾ ഒരു ഷെയറിന് 5 രൂപ നിയർലി വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഇനി ഇതിൻ്റെ റോള് കഴിഞ്ഞു. നമ്മൾ എൻട്രി എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ എൻട്രി എടുത്ത ശേഷം സ്റ്റോക്ക് കയറിപ്പോയി, ഈ ഒരു റേഞ്ചിൽ കയറിപ്പോയി. നമുക്കിവിടെ എത്ര രൂപ പ്രോഫിറ്റ്? 226.84, 227 രൂപയ്ക്ക് വാങ്ങിയ നമ്മുടെ ഷെയർ നിയർലി ഇതിൻ്റെ ഹൈ എത്രയാണ്? ക്ലോസിങ് നോക്കിയാൽ മതി, 242. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഇത് വെച്ച് കാണിച്ചു തരാം, നമുക്ക് ഒന്നുകൂടി നേരെ അറിയാനായിട്ട്. ഓക്കെ, പ്രൈസ് ഇതിൽ നമ്മളിതാ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഏകദേശം നിയർലി ഈ ഒരു റേഞ്ചാണ് 240 വരുന്നത്. അപ്പോൾ എത്ര രൂപ കിട്ടി? 242 വരുന്നത്. ഏകദേശം 15 രൂപേൻ്റെ പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഈ 15 രൂപ ഇൻറ്റു 4 അതല്ലേ നമ്മുടെ പ്രോഫിറ്റ്. അതായത് നമുക്കിവിടെ ഉണ്ടായത് 15 രൂപയാണ് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ വാങ്ങിയ അവിടെ നിന്ന് പിന്നെ മൂവ് ചെയ്തത്. ഈ 15 ഇൻറ്റു 4, നമ്മുടെ വരയൊക്കെ കുറച്ച് മോശമാണ്, പക്ഷെ എന്നാലും ഏകദേശം ഒരു തരാം. 15 ഇൻറ്റു 4 നമ്മുടെ പ്രോഫിറ്റ്. അതായത് എത്ര വരും നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിനുവേണ്ടി നമ്മുടെ 15 ഇൻറ്റു 4 60 രൂപ, നിയർലി 60 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ 15 ഇൻറ്റു 4, അതായത് 15 30, പിന്നെ ഒരു 30, അതായത് 60 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് 60 രൂപ പ്രോഫിറ്റ് എടുക്കാനാണ് നമ്മൾ നോക്കിയത്. 60 രൂപ പ്രോഫിറ്റും 20 രൂപ സ്റ്റോപ്പ് ലോസും. അപ്പോൾ എത്രയായി? നമ്മുടെ 500 രൂപയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ എത്ര രൂപ പോവും? 20 രൂപ നഷ്ടമാവും. അതേസമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 60 രൂപ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് 500 രൂപയും കൊണ്ട് ചെയ്യാൻ പറ്റിയ ട്രേഡ്. നമുക്കിപ്പോൾ ഇത് ഒരു സ്റ്റോക്കും ഇത്ര ഒരു മൂവ്മെൻറ്റ് കിട്ടില്ല. ഇതൊരു IPO സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി കയറി പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയൊന്നും ഒരു മൂവ്മെൻറ്റ് ഒരു സ്റ്റോക്കിനും കിട്ടില്ല. അതുപോലെ ഇത്രയും നേരമൊന്നും നമുക്ക് പിടിച്ചിരിക്കുന്നത് റിസ്ക്കുമാണ്. ഒരു 10 പോയിൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമാണെന്നാലും ബട്ട് ഇത് ഒരുപാടുള്ള പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയൊക്കെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് 500 രൂപ കൊണ്ട് 60 നമുക്ക് കിട്ടില്ല ശരിക്കും. കാരണം 500 രൂപേൻ്റെ നിയർലി നല്ല 20% അടുത്താണ് 100 രൂപ. അപ്പോൾ ഒരു 50% മുകളിലായി. അപ്പോൾ അതൊന്നും അത്ര എന്താ പറയുക, നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അത് 50 രൂപ 10% ആണ്. 10% നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് കിട്ടില്ല. സോ എന്താ പറയുക, നമുക്ക് 10% എന്നുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് ഭയങ്കര കൂടിയ പ്രോഫിറ്റാണ്. അപ്പോൾ അത്രയ്ക്കൊന്നും നമുക്ക് ഇൻട്രാഡേയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു 4%, 3%, 5% കിട്ടുള്ളൂ. സോ ഇത് റിസ്കി ട്രേഡുമാണ്. കാരണം നമ്മുടെ 20 രൂപ പോയി കഴിഞ്ഞാൽ നമ്മുടെ എത്ര പോകും? ക്യാപിറ്റലിൻ്റെ നിയർലി 5% പോകും, 4%, 8%. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം 500 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 60 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇത് ഒരു 20 രൂപയാണ് കൂടിയെന്നുണ്ടെങ്കിൽ 20 ഇൻറ്റു 4 നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അതായത് 80 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 243. പിന്നെ ഈ കാര്യം ഒരു കണ്ടില്ല, ഇതിൻ്റെ ഓപ്പൺ ഇവിടെയൊക്കെ ചെയ്തു. ഇതിൽ ഹോൾഡ് ചെയ്യേണ്ട ആൾക്ക് ഇവിടം വരെ ഫുള്ള് കിട്ടും. 254. ഇനി ഒരു 10 രൂപ കയറിയിട്ടാണ്. പക്ഷെ നമുക്കത് നോക്കണം. നമുക്ക് ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി എത്ര രൂപയാണ്? ഒരു 60 രൂപയാണ് നമുക്കിവിടെ കിട്ടുക. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം.
60 രൂപയാണ് നമുക്കിവിടെ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 രൂപ എന്നുള്ളത് നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണല്ലേ. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമ്മളിവിടെ ലക്ഷങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആൾക്കാരായിരിക്കും. നമുക്ക് ഒരിക്കലും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ അതിൻ്റെ 50% വലിയൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലാണ് നമ്മുടെ എല്ലാം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ക്യാപിറ്റൽ എല്ലാം. അതുപോലെ ക്യാപിറ്റൽ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും നമ്മൾ മനസ്സിലാക്കുക. അതൊരു നോർമൽ ഇൻട്രാഡേ ട്രേഡിൽ. പിന്നെ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92% ഓഫ് ആൾക്കാരും റിസ്ക്കിലാണുള്ളത്. അപ്പോൾ ആ 92-ൽ പെടാണ്ട് ബാക്കിയുള്ള 80-ലൊക്കെ പെടാൻ ശ്രമിക്കുക. അതിന് നിറയെ പ്രാക്ടീസ് വേണം. ഫസ്റ്റ് തന്നെ ഒരുപാട് എമൗണ്ടൊക്കെ, ഹ്യൂജ് എമൗണ്ടൊക്കെ കൊണ്ട് കളയാണ്ടിരിക്കുക. ഇങ്ങനെ ഒരു നിയർലി ഇങ്ങനെ ഒരു 500 രൂപ 1000 രൂപ ഇട്ട്, അല്ലെങ്കിൽ ആദ്യം പേപ്പർ ട്രേഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ട്രേഡൊക്കെ എടുത്ത് പഠിച്ചാൽ മതി. ആണ് നല്ലത്. ക്യാപിറ്റലിലും പ്രൊട്ടക്റ്റ് ആവും. പഠിക്കാണ്ട് ചെയ്യേണ്ട ഏത് വർക്കും എന്താണെങ്കിലും പഠിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ. നമുക്കിപ്പോൾ ഡെലിവറിയിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾഡിങ്ങിൽ കണ്ടില്ലേ, നമ്മൾ അപ്പോഴേ കണ്ടില്ലേ 454 രൂപയ്ക്ക് 2 ഷെയർ കിട്ടുക. അതിപ്പോൾ 236 രൂപ ഒന്നിന്. ഇവിടെ നേരെ വരുമ്പോൾ 214 നമ്മൾ കണ്ടത് അല്ലേ. നിയർലി പകുതിയോളം വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇതിൽ ഇൻട്രാഡേയിൽ ലിവറേജ് കിട്ടും. നമുക്ക് എല്ലാ ബ്രോക്കേഴ്സിലും ലിവറേജ് അവൈലബിൾ ആണ്. 5x ആണ് തോന്നുന്നു ലിവറേജ് കിട്ടുക. ലിവറേജ് നല്ലൊരു ഗുണമാണ്. പക്ഷേ ലിവറേജിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 4 നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതുപോലെ എത്ര രൂപ, 4 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള എത്ര 5 രൂപ ആ ലെവലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോണത് 2 അതായത് 10 രൂപയെ പോകുള്ളൂ. അവിടെ നേരെ ഡബിളായി. അപ്പോൾ ഇൻട്രാഡേയിൽ റിസ്ക് കൂടുതലാണ്. നമുക്ക് ലിവറേജ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്വാണ്ടിറ്റി കൂടും. ക്വാണ്ടിറ്റി കൂടുമ്പോൾ എന്താവും, പ്രോഫിറ്റും കിട്ടും ലോസും കിട്ടും. അതായത് പ്രോഫിറ്റും കൂടും ലോസും കൂടും. ഇൻട്രാഡേയിൽ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്വാണ്ടിറ്റിയാണ് എല്ലാം. ഇപ്പോൾ നമുക്ക് ഹ്യൂജ് എമൗണ്ട് കിട്ടണമെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ്. ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങാൻ നമ്മുടെ എന്ത് വേണം, ഹ്യൂജ് പൈസ വേണം. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഒരു ഇതിൽ പോയില്ലെങ്കിൽ, നമ്മുടെ ഒരു പ്രൊഡിക്ഷനിൽ മാർക്കറ്റ് നിന്നില്ലെങ്കിൽ, മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആവുക. എന്താ പറയുക, എക്സ്പീരിയൻസ് ട്രേഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം എന്നാലും മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നത് പോകില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ആവറേജ് നമ്മൾ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, ലക്ഷങ്ങളും കോടികളും അങ്ങനെയൊന്നും കിട്ടില്ല. നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചായിരിക്കും കിട്ടും. പക്ഷേ എന്താ പറയുക, ലക്ഷങ്ങളും കോടികളും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇതിലിടണം. നമ്മളിതിൽ ഒരു ട്രെൻഡ് ലൈനൊക്കെ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടൊരു എൻട്രി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ അല്ലേ. അപ്പോൾ ഈ ഒരു എൻട്രിയിൽ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ട്രേഡൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയണമെങ്കിൽ ഈ 500 രൂപ നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 500 രൂപ വെച്ചിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഹ്യൂജ് എമൗണ്ടിന് റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ പേഷ്യൻസ് വേണം. മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലോങ് ടേമിക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. റൈറ്റ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നമ്മുടെ പേജ് ഇപ്പോൾ ഒരു ചെറിയ പേജാണ്. അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. എല്ലാവരും പഠിക്കുക, നന്നായി ചെയ്യുക. നന്നായി പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ 500 രൂപേൻ്റെ പകരം നമ്മൾ 5000 രൂപയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രയായി, 60 രൂപ എന്നുള്ള പ്രോഫിറ്റ് 600 രൂപയും 20 രൂപ എന്നുള്ള സ്റ്റോപ്പ് ലോസ് 200 രൂപയാവും. അപ്പോൾ എന്തായി, നമ്മുടെ ക്യാപിറ്റലിന് ഈ പറഞ്ഞ പോലെ 10% വീണ്ടും കയറുകയും 11% കയറുകയും ലെവൽ 10% മുകളിൽ കയറുകയും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ക്യാപിറ്റലിന് നമുക്കൊരു ഡിപ്രിസിയേഷൻ നമുക്കൊരു എന്താ പറയുക ഒന്നും കുറയുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്കൊരു ലോസും ക്യാപിറ്റലിന് ഒരു ലോസും വന്നിട്ടുണ്ടാവും, ഇവിടെ ഒരു ഗെയിനും വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് അതാ പറഞ്ഞത്, നമുക്കിപ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് അതുപോലെ കുഞ്ഞതാക്കി വെക്കുക, അല്ലെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചാൽ വലിയ എമൗണ്ട് ആവും. ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഇവിടെയൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. 211 വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രോഫിറ്റിന് നിങ്ങളുടെ എപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു റേഷ്യോ ഉണ്ട്. അല്ലെങ്കിൽ അതൊരു മെത്തേഡാണ്. നമ്മൾ അതിൽ വേണം ട്രേഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെയിലി ഒരു 200 രൂപയൊക്കെ ലോസ്, 10 ദിവസം ലോസ് ആയാൽ നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടമാവും, 2000 രൂപ നഷ്ടമാവും. അപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാതിരിക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസിലും അത്യാവശ്യം ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറാൻ നോക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും ലോസും എപ്പോൾ വേണമെങ്കിലും പ്രോഫിറ്റ് ഇടാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ച് മാനിപ്പുലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും മാർക്കറ്റ് പലപ്പോഴും
നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്കറ്റിന് ഓരോ എന്താ പറയുക, ഓരോ സമയത്ത് ഒരു എന്താ പറയുക, ഓരോ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ബിഗിനർ ആണെങ്കിൽ ചെറിയ പ്രോഫിറ്റും ചെറിയ ലോസും വെച്ച് മാത്രം നിൽക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് ചെയ്താൽ മതി. അതിന് മുന്നേ ഒന്നും ക്വാണ്ടിറ്റി കൂട്ടരുത്. അപ്പോൾ ഓക്കെ, ഒരു 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു 2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലോസ് വരും അല്ലേ. 5 ലക്ഷം രൂപയ്ക്ക് ഒന്നായി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ലോസ് ആവും? നിയർലി ഒരു 20,000 രൂപ, 2,000 രൂപ, 20,000 രൂപ ലോസ് വരും 5 ലക്ഷം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. 500 രൂപയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രോഫിറ്റ് ചെറിയ ലോസ് എടുത്ത് മാറുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. എല്ലാവർക്കും നല്ലത് അതാണ്. നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ക്യാപിറ്റൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.